ഓരോ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോഴും CPM ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കാറുണ്ട്. അവരുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് തന്ത്രം ആവിഷ്കരിച്ചാലും അതിനകത്ത് ചോദ്യമില്ല, മറുചോദ്യമില്ല, പറയുന്നത് കേൾക്കുക, തിരുവായ്ക്ക് എതിർവായില്ലെന്നുള്ളതാണ്. ഇത് 2021 നമ്മൾ കണ്ടു. പല പ്രഗത്ഭരെയും വെട്ടിനിരത്തി. ഡോക്ടർ തോമസ് ഐസക്ക്, EP ജയരാജൻ, G സുധാകരൻ, KK ശൈലജയെ പാർട്ടിയിൽ തന്നെ പലതരത്തിലുള്ള എതിർപ്പ് നേരിടേണ്ടി വന്നതുകൊണ്ട് ഒരു അവസരം കൊടുത്തു, മട്ടന്നൂരിലേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം KK ശൈലജയ്ക്കുമായിരുന്നു കിട്ടിയത്. മന്ത്രിസ്ഥാനം കൊടുത്തുമില്ല. അപ്പോൾ ഏതൊക്കെ തരത്തിൽ ആരെയെല്ലാം ഒതുക്കാമോ ആ തരത്തിലെല്ലാം ഒതുക്കുകയും ചെയ്തു. നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ്. 2014 MA ബേബിയെ കൊല്ലത്ത് കൊണ്ടുവന്ന് നിർത്തി പ്രേമചന്ദ്രന്റെ മുമ്പിൽ മുട്ടുകുത്തിപ്പിച്ചു. വൻ പരാജയമാണ് ബേബിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതൊക്കെ പിണറായിയുടെ തന്ത്രം തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ആ തന്ത്രങ്ങളൊക്കെ തന്നെ ഫലിക്കുകയും ചെയ്യും. കാരണം തിരിച്ചൊരു ചോദ്യം ഇല്ലാത്തതുകൊണ്ട്. ഇത് തന്നെയായിരിക്കും 2026 CPM-നകത്ത് സംഭവിക്കാൻ പോകുന്നത്. ചില പ്രഗത്ഭരായിട്ടുള്ള വനിതാ നേതാക്കളെ ഇത്തവണ പരാജയപ്പെടുത്തി ഇരുത്തുക എന്നുള്ളതാണ്. അതായത് ചാവേറുകളാക്കാൻ പോകുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇനി കൊണ്ടുവന്ന് നിർത്തുന്നിടത്ത് ഏതെങ്കിലും കാരണവശാൽ എതിർപക്ഷത്തെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ അതൊരു വലിയ അട്ടിമറി വിജയവും ആയിരിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ CPM-ന് ചില സീറ്റുകൾ CPI-യുടെ കയ്യിൽ നിന്ന് ഏറ്റെടുക്കുന്നുണ്ട്. പറവൂരിലെ CPI-യുടെ സീറ്റാണ്. അത് CPM ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അവിടെ എന്നിട്ട് CPM-ലെ ഏതെങ്കിലും യുവ നേതാവിനെ കൊണ്ടുവന്ന് ഇറക്കാനുള്ള തീരുമാനമാണ്. കാരണം VD സതീശനെ എങ്ങനെയെങ്കിലും വെട്ടിനിരത്തണം. അതിനുവേണ്ടിയാണ്. അതിനുവേണ്ടി വെള്ളാപ്പള്ളിയും തുനിഞ്ഞിറങ്ങുന്നുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് മുമ്പും. VD സതീശനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായിട്ട് രംഗത്ത് വരുന്നത്. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്ന മറ്റ് കാര്യം എന്ന് പറയുന്നത്, ഈ രമേശ് ചെന്നിത്തല ഹരിപ്പാട് നിന്ന് മത്സരിക്കുന്നു. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് അവിടെ KC വേണുഗോപാല് 1ാം സ്ഥാനത്ത് എത്തിയെങ്കിലും തൊട്ടു പിന്നാലെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടെന്നുള്ളതാണ്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലാണ് ഹരിപ്പാട് വരുന്നത്. അപ്പോൾ 1ാം സ്ഥാനം KC വന്നു എങ്കിലും തൊട്ടു പിന്നാലെയാണ് ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്നത്. അതുകൊണ്ട് ചെന്നിത്തലയ്ക്കൊരു ഭയം തന്നെയുണ്ട്. 3ാം സ്ഥാനത്തായി പോയി CPM. അപ്പോൾ CPM രമേശ് ചെന്നിത്തല തന്നെ ആയിരിക്കും അവിടെ മത്സരിക്കാൻ പോകുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് പ്രതിപക്ഷ നേതാവായിരുന്ന ചെന്നിത്തലയെ ഒതുക്കണം എന്നുള്ളത് കൊണ്ടാണോ എന്നറിയത്തില്ല, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുതിർന്ന വനിതാ നേതാവുമായ CS സുജാതയെ ഹരിപ്പാട് കൊണ്ട് നിർത്താനാണ് പാർട്ടിയുടെ ആലോചന. പാർട്ടിയുടെ ആലോചന എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ തീരുമാനം എന്ന് കൃത്യമായി പറയാം. ഇതിനു മുമ്പ് CS സുജാതയുടെ പേര് നമ്മൾ കായംകുളത്ത് പറഞ്ഞിരുന്നതാണ്. കാരണം പ്രതിഭാഹരിക്ക് ഒരുപക്ഷെ 2 ടേം പൂർത്തിയാക്കുന്നത് കൊണ്ട് അടുത്ത ഒരു അവസരം കൊടുക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് CS സുജാതയെ അവിടെ മത്സരിപ്പിക്കും എന്നായിരുന്നു ആദ്യ തീരുമാനം. പക്ഷേ ഇപ്പോൾ BJP-യിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് തന്നെയാണ് മത്സരിക്കുന്നത് എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഇവിടെ BJP-ക്ക് ചില ഇടങ്ങളിൽ വിജയമുണ്ടാക്കി കൊടുത്തേ പറ്റൂ CPM-ന്. അതുകൊണ്ട് ഈ കായംകുളത്തും മാവേലിക്കര ഇവിടങ്ങളിലൊക്കെ തന്നെ CS സുജാതയ്ക്ക് ഒരല്പം ഹോൾഡ് ഉണ്ട്. അത് CS സുജാതയെ അതുകൊണ്ട് അവിടെ നിന്ന് മാറ്റാനാണ് പാർട്ടിയുടെ തീരുമാനം. എന്നിട്ട് എവിടെ കൊണ്ട് നിർത്തുന്നു? ഹരിപ്പാട് കൊണ്ടുവന്ന് നിർത്തും. കാരണം ഈ CS സുജാത 2004 മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ രമേശ് ചെന്നിത്തലയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി വെച്ചുകൊണ്ട് CS സുജാതയെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ മത്സരിപ്പിക്കുക. രമേശ് ചെന്നിത്തലയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ അതൊരു അട്ടിമറി. പക്ഷേ ചെന്നിത്തല ഹരിപ്പാട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അദ്ദേഹം തുടർച്ചയായി വിജയിച്ചു വരുന്നതാണ്.
ഇപ്പോൾ BJP അവിടെ ഒരല്പം മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് ചെന്നിത്തലയ്ക്ക് ഒരു ഭയമുണ്ട്. പക്ഷേ അത് കൈവിടാൻ സാധ്യതയൊന്നും കാണുന്നില്ല. KC അവിടെ 1ാം സ്ഥാനത്ത് തന്നെയാണ് വന്നത്. അപ്പോൾ CS സുജാതയെ അവിടെ ഒരു ചാവേറാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം തന്നെയാണ്. കാരണം 2026 പിണറായി വിജയന് ചിലരെ ഒതുക്കി മാറ്റിയിരുത്തണം. അതിൻ്റെ നീക്കമാണ് ഇവിടെ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ രമേശ് ചെന്നിത്തലയും CS സുജാതയും നേർക്ക് നേർ നിന്ന് പൊരുതും ഹരിപ്പാട് മണ്ഡലത്തിൽ. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി ഇതുവരെ അനൗദ്യോഗികമായിട്ടൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ അവതരിപ്പിക്കുമെന്നാണ് അറിയുന്നത്. കാരണം 2ാം സ്ഥാനത്ത് വരെ എത്തിയത് കൊണ്ട് BJPക്ക് ഭാവിയിൽ അവിടെ സാധ്യതയുള്ള ഒരു മണ്ഡലമായി മാറുകയാണ്. അടുത്ത വരുന്നത് കോൺഗ്രസിലെ KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്തണമെന്നും പാർട്ടിക്ക് ആലോചനയുണ്ട്. സണ്ണി ജോസഫിന്റെ മണ്ഡലം വന്നിട്ട് പേരാവൂരിലാണ്. പേരാവൂരില് മുമ്പ് 2011 KK ശൈലജ ഈ സണ്ണി ജോസഫിനോട് പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ശൈലജ പിന്നീട് കൂത്തുപറമ്പിൽ മത്സരിച്ചു. അവിടെ നിന്നാണ് 2019 വന്നിട്ട് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ KK ശൈലജയ്ക്ക് സീറ്റ് കൊടുക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ വരെ എത്തി. കാരണം കോവിഡ് കാലത്ത് KK ശൈലജ കേരളത്തിലേക്ക് കേരള ജനങ്ങളിലേക്ക് ഉയർത്തപ്പെട്ട ഒരു നേതാവാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള ഒരു പദവിയിലേക്ക് പോലും അവരോധിക്കപ്പെട്ടു. അങ്ങനെ ദിവസവും നടക്കുന്ന വാർത്താ സമ്മേളനം, കോവിഡ് സമയത്ത് ഉണ്ടായിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ KK ശൈലജ തിളങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ശൈലജയെ തട്ടിമാറ്റി പിണറായി വിജയൻ എല്ലാ ദിവസവും വാർത്താ സമ്മേളനത്തിലേക്ക് വന്നത്. ആ വാർത്താ സമ്മേളനം വലിയ ഹിറ്റായതാണ്. സീരിയലിനേക്കാൾ വലിയ റേറ്റിംഗ് ഉള്ള ഒരു പരിപാടിയായിട്ട് ഈ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം മാറി എന്നുള്ളതാണ്. അപ്പൊ KK ശൈലജ തിളങ്ങുന്നു എന്ന് മനസ്സിലായപ്പോൾ ശൈലജയെ വെട്ടി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു കേരള മുഖ്യമന്ത്രി എന്നുള്ള ഈ കഴിഞ്ഞിടയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു പ്രഭാഷണ വേദിയിൽ KK ശൈലജ പറയുകയും ചെയ്തു, സദസ്സിൽ നിന്നുയർന്ന ഒരു ചോദ്യത്തിന് മറുപടി എന്ന വണ്ണം കേരളത്തിലൊരു ഭാവി വനിതാ മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു. അത് ഏത് തരത്തിലാണ് ഇനി അത് ശുഭസൂചകമായി മാറുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം CPM ആയാലും എത്ര കാലം ഇനി അങ്ങോട്ട് കേരളത്തിൽ മുമ്പോട്ട് പോകുമെന്ന് അറിയത്തില്ല. അപ്പോൾ KK ശൈലജയെ പേരാവൂരിൽ സണ്ണി ജോസഫിനെതിരെ മത്സരിപ്പിക്കുക. അപ്പൊ ഇവിടെ CPM ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ളതാണ് കാണുന്നത്. ഒന്നുകിൽ ഈ 2 പ്രഗത്ഭന്മാരെയും ഈ 2 വനിതാ നേതാക്കൾ അട്ടിമറിയിലൂടെ പരാജയപ്പെടുത്തിയാൽ അത് വലിയ ഒരു അംഗീകാരം തന്നെയായിരിക്കും. പാർട്ടിക്ക്, കോൺഗ്രസിന് വലിയൊരു ക്ഷീണം തന്നെ ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഈ 2 വനിതാ നേതാക്കളെയും ചാവേറാക്കാൻ പിണറായി വിജയന്റെ തന്ത്രത്തിലൂടെ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തായാലും ഹരിപ്പാടും പേരാവൂരിലും CPMന്റെ 2 വനിതാ നേതാക്കന്മാർ ചാവേറാകാൻ പോകുന്നു എന്ന് ചുരുക്കം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.